കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. നിന്നെ നീ കുറെ ദിവസം കൊണ്ടേക്ക് വീടെടുക്കും. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ അതുല്യയെ ഭർത്താവ് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ജയിലിൽ പോകുമെന്നാണ് സതീഷ് പറയുന്നത്. തൻ്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ ജീവിക്കുമെന്നും അല്ലെങ്കിൽ നീ എവിടെയും പോകില്ലെന്നും സതീഷ് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ കൊന്നിട്ടേ അടങ്ങുകയുള്ളൂവെന്നും ഇയാൾ ഭീഷണി മുഴക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കൊടും സൈക്കോ ആയ മദ്യപാനിയായ ഭർത്താവിനൊപ്പം നരകതുല്യമായ ജീവിതമായിരുന്നു അതുല്യയുടേതെന്ന് തെളിയിക്കുന്നു ഈ ദൃശ്യങ്ങൾ. ജീവിക്കുവാണെങ്കിൽ അന്തസ്സാണ്. നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ ജീവിക്കും, ഇല്ലെങ്കിൽ ഇതും കൂടെ തീർന്നു. നീ ഷാർജയിലും പോകത്തില്ല. അത് ഞാനാ പറഞ്ഞു. നീ ഇവിടുന്ന് പോകുന്നതിന് നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷ പറഞ്ഞു. നീ എവിടെ പോനാ? നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അല്ലെ എനിക്ക് ജയിലിൽ കിടക്കാൻ ഞാൻ സ്വയം സൂക്ഷിച്ചാൽ എനിക്ക് മതി. ഞാൻ ജീവിതമൊക്കെ അന്തസ്സായിട്ട് ആഘോഷിച്ചതാണ്. ഇനി ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്നോ ആരോടെ പോകണമെന്നോ ഇത്ര സാധനങ്ങളുണ്ട്. 8,500 രൂപ 4,000 രൂപ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് 8,500 രൂപ. ഏത് 8,500 രൂപ? കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. നിന്നെ നീ ജീവിക്കത്തില്ല. അല്ലെ പോകണി ആർക്കും വേണ്ടി നീ ഇല്ല. ഞാനില്ല. എന്ത് ചെയ്യോ? നീ ആർക്കും വേണ്ടി ജീവിക്കത്തില്ല. അല്ലെങ്കിൽ നിനക്ക് ഞാൻ കൊട്ടയം കൊടുക്കും. എന്നെ തീർക്കാൻ വേണ്ടി എനിക്ക് 1 മാസം പൈസ വേണം. നീ കൊട്ടയം കൊടുക്കാൻ വേണ്ടി ഞാൻ തീർക്കാൻ വേണ്ടി. നീ കുറെ ദിവസം കൊണ്ടേക്ക് വീടെടുക്കും. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. Your hair will feel the difference. Natural, real, free from sulfur. അതുല്യ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങളെന്ന് കുടുംബം പറഞ്ഞു. അതുല്യ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ കടുത്ത അസഭ്യവർഷമാണ് സതീഷ് നടത്തുന്നത്. അതുല്യയെ ഷാർജയിലെ വീട്ടിൽ തളച്ചിടാനുള്ള ശ്രമങ്ങളാണ് സതീഷ് നടത്തുന്നതെന്നും ഈ ദൃശ്യങ്ങളിൽ വ്യക്തം. ഷാർജ വിട്ട് നീ എവിടെയും പോകില്ലെന്നും അല്ലെങ്കിലും നീ എവിടെ പോകാനാണെന്നും വീഡിയോയിൽ ഇയാൾ ചോദിക്കുന്നുണ്ട്. ആർക്കൊപ്പവും ജീവിക്കാൻ അനുവദിക്കില്ല, കുത്തിക്കൊല്ലുമെന്നും ഇയാൾ പറയുന്നു. മർദ്ദനമേറ്റ് അതുല്യ നിലവിളിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം. 10 വർഷം പീഡനം സഹിച്ചെന്നും അതുല്യ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലായ സതീഷ് അതുല്യക്കരികിലേക്ക് പാഞ്ഞു വരുന്നതും ഉപദ്രവിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഏത് മോനെ കാണിക്കാനാടി നീ വീഡിയോ എടുക്കുന്നതെന്നും ഇയാൾ ആക്രോശിക്കുന്നു. കേട്ടാലറയ്ക്കുന്ന തല പെരുത്തു പോകുന്ന തെറിവാക്കുകളാണ് ഇയാൾ ആവർത്തിച്ച് പറയുന്നത്. പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയും അതുല്യയ്ക്ക് മർദ്ദനമേൽക്കുന്നുണ്ട്. മേശയ്ക്ക് ചുറ്റും അതുല്യയെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൂടാതെ 10 വർഷമായി പീഡനം സഹിക്കുന്നുവെന്നും ഇനി സാധിക്കില്ലെന്നും അതുല്യ പറയുമ്പോൾ സതീഷ് ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. തൊട്ടു പിന്നാലെ അതുല്യ വേദന കൊണ്ട് അലറി കരയുന്നതും കേൾക്കാം. അതുല്യയുടെ കുടുംബമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദൃശ്യങ്ങൾ സമർപ്പിച്ചത്. അതേസമയം ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗം പറയുന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്തായാലും കേസിലെ 1-ാം പ്രതിയായ ഭർത്താവ് സതീഷ് ശങ്കർ അതുല്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഈ ദൃശ്യങ്ങളിലുടനീളം. മദ്യപിച്ചാണ് അയാൾ സംസാരിക്കുന്നതും. നിന്നെ ഞാൻ എവിടെയും വിടില്ല, കുത്തി മലർത്തി സതീഷ് ജയിലിൽ പോയി കിടക്കും, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല, ജീവിക്കാൻ സമ്മതിക്കില്ല, കൊട്ടേഷൻ നൽകിയാണെങ്കിലും നിന്നെ കൊല്ലും, അതിന് എൻ്റെ 1 മാസത്തെ ശമ്പളം പോലും വേണ്ട എന്ന് സതീഷ് പറയുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ അതുല്യയെ സതീഷ് ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ അടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തായിരുന്നു.
ആ സമയങ്ങളിൽ തന്നെ സതീഷിൽ നിന്ന് അതുല്യ ക്രൂരപീഡനം നേരിട്ടുവെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. പിന്നാലെ അതുല്യ ജീവനൊടുക്കിയതാണെന്ന വാദവുമായി സതീഷും രംഗത്തെത്തി. അതുല്യയെ മർദ്ദിക്കാറുണ്ടെന്ന് സംബന്ധിച്ച സതീഷ് മദ്യലഹരിയിൽ സംഭവിച്ചതാണെന്നും പറഞ്ഞിരുന്നു. അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കൊലക്കുറ്റം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന നിരോധന നിയമമടക്കം ചുമത്തി ചവറ പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. നാട്ടിലെത്തിയ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നതിനാൽ വിട്ടയച്ചിരുന്നു. കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി 30 വയസ്സുള്ള അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സതീഷിന്റെ മാനസിക ശാരീരിക പീഡനമാണ് അതുല്യയുടെ ജീവനെടുത്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു. താൻ ആ വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവ അയച്ചു നൽകിയതും. ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യയോട് പെരുമാറിയിരുന്നത്. വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നു. അതുല്യയുടെ 18ാം വയസ്സിലായിരുന്നു സതീഷ് ശങ്കറുമായുള്ള വിവാഹം. വഴക്കിനു ശേഷം സതീഷ് പലപ്പോഴും മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കുന്ന പതിവുമുണ്ടായിരുന്നു. അതുല്യയ്ക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറയുന്നു. അതുല്യയുടെ വീട്ടുകാർ പലപ്പോഴും ബന്ധമൊഴിയാൻ പറഞ്ഞിരുന്നുവെങ്കിലും സതീഷ് മാപ്പ് പറഞ്ഞ് സമീപിക്കുന്നതോടെ അതുല്യ അയാളോടൊപ്പം പോകുകയായിരുന്നുവെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു. സതീഷിന് മദ്യപാനം പതിവായിരുന്നു. സതീഷും അതുല്യയും തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നതായും അതും സതീഷിന് പ്രശ്നമായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. പുതിയ ജോലി പ്രവേശിക്കാനിരിക്കെയായിരുന്നു മരണം. സംഭവത്തിന് പിന്നാലെ ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായ ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഗാർഹിക മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി. കേസിപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്.